ഭഗവാനെ കാണുന്ന മാത്രയിലെ നമ്മൾ നമ്മെ തന്നെ മറക്കണം. അത്രയും നിഷ്കാമമായ ഭക്തിയാണ് ഭഗവാൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന ഒരു കഥയാണ് കേട്ടോ ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത്. വലിയ ശ്രീകൃഷ്ണ ഭക്തരാണ് വിദുരരും അദ്ദേഹത്തിൻ്റെ പത്നിയും. ഇവർക്ക് രണ്ടുപേർക്കും ശ്രീകൃഷ്ണനെ ഭഗവാനെ സ്വഗൃഹത്തിൽ കൊണ്ടുവന്നിട്ട് പാദപൂജ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ആ ഇടയ്ക്കാണ് ഭഗവാൻ കംസന്റെ ക്ഷണം സ്വീകരിച്ചിട്ട് മധുരയിലേക്ക് വരുന്നത്. ഉടൻ തന്നെ വിദുരർ പോയിട്ട് തങ്ങളുടെ ആഗ്രഹം ഭഗവാന്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഇപ്പോഴല്ല, സമയമാകുമ്പോൾ ഞാൻ വന്നുകൊള്ളാം എന്ന് പറഞ്ഞു. അന്ന് മുതലേ ഇദ്ദേഹത്തിന്റെ പത്നിക്ക് ഭഗവാനെ കുറിച്ച് മാത്രമാണ് ചിന്ത. എപ്പോഴാണ് ഭഗവാൻ വരിക, വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംസാരിക്കുക, എന്തൊക്കെ നൽകിയിട്ടാണ് ഭഗവാനെ സൽക്കരിക്കേണ്ടത്, അങ്ങനെ 100,000 ചിന്തകളാണ് കേട്ടോ. എല്ലാ ദിവസവും ഭഗവാന് നൽകാനായിട്ട് എല്ലാം ഒരുക്കി വെക്കും ഈ അമ്മ. അപ്പൊ തൊട്ടടുത്ത ഗ്രഹത്തിലെ ഒരു ഉണ്ണിയുണ്ട് കേട്ടോ അമ്മയ്ക്ക് സഹായത്തിനായിട്ട്. ഉണ്ണി വന്നു കഴിഞ്ഞാൽ ഉണ്ണിയുടെ അടുത്ത് ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുക. കഥകള്, കുറുമ്പുകള്, വെണ്ണ കട്ട് തിന്നത്, തൈര് കട്ട് തിന്നത്, പാല് കട്ട് കുടിച്ചത്, ഗോവർദ്ധനം എടുത്ത് ഉയർത്തിയത്, അങ്ങനെ ഉണ്ണിയെ കുറിച്ച് മാത്രമാണ് അമ്മയ്ക്ക്, ഭഗവാനെ കുറിച്ച് മാത്രമാണ് ഈ ഉണ്ണിയുടെ അടുത്ത് അമ്മയ്ക്ക് സംസാരിക്കാനുള്ളത്. അങ്ങനെ കേട്ടിട്ട് ഉണ്ണിക്കും ഭഗവാനെ നന്നായിട്ട് അറിയാം. എല്ലാ ദിവസവും ഇങ്ങനെ കാത്തിരിക്കും ഭഗവാൻ വരാനായിട്ടേ. അങ്ങനെ ഒരു ദിവസം ഈ അമ്മ കുളിക്കാൻ പോയ സമയത്താണ് ഭഗവാൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ഉണ്ണിക്ക് ഭഗവാനെ കണ്ടപ്പോൾ മനസ്സിലായിട്ടോ, കാരണം അമ്മ പറഞ്ഞിട്ട് നന്നായിട്ട് അറിയാലോ. ഉണ്ണി വേഗം അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അമ്മ, ഇതേ ഭഗവാൻ വന്നിട്ടുണ്ട്, കൃഷ്ണൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അമ്മയാണെങ്കിൽ കുളത്തിൽ മുങ്ങിയിട്ട് നിവരുന്ന സമയത്താണ് ഇത് കേൾക്കുന്നത്. അങ്ങനെ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചിട്ട് ആ ഈറനോടെയാണ് ആ സ്വഗൃഹത്തിലേക്ക് വരുന്നത് കേട്ടോ. അപ്പൊ തന്നെ കണ്ടു ഭഗവാൻ അവിടെ നിൽക്കുന്നത്. ആ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചു. ഭഗവാന്റെ വസ്ത്രങ്ങളൊക്കെ നനഞ്ഞു കേട്ടോ. ഭഗവാനെ കണ്ട മാത്രയിൽ ഈ അമ്മ എല്ലാം മറന്നു. അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോയി ഇരുത്തി ഭഗവാൻ ഇരിക്കാനായിട്ടൊരു പീഠം കൊണ്ടുവന്നിട്ട് ആ പീഠത്തിന് മുകളിൽ ഈ അമ്മയാണ് കേട്ടോ ഇരുന്നത്. ഭഗവാനെ നിലത്താണ് ഇരുത്തിയത്. ഒരു തളികയിൽ നിറയെ കദളിപ്പഴം കൊണ്ടുവന്ന് കൊടുത്തു ഉണ്ണി ഭഗവാന് നൽകാനായിട്ട്. അമ്മ എന്താ ചെയ്തേ, ആ കദളിപ്പഴത്തിന്റെ തൊലി ഉരിഞ്ഞിട്ട് തൊലി ഭഗവാനും കൊടുത്തു, പഴം കളയുകയും ചെയ്തു. കാരണം അമ്മ ഈ ഭക്തിയുടെ ആനന്ദത്തിൽ ഒന്നും എല്ലാം മറന്നുപോയിട്ടോ. അങ്ങനെയാണ് അമ്മ ഇരിക്കുന്നത്. ഭഗവാനാകട്ടെ ഈ പഴത്തിന്റെ തൊലി നന്നായി ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. ഉണ്ണിക്കും തോന്നി ഇങ്ങനെയായിരിക്കണം ഭഗവാനെ ഇങ്ങനെ സൽക്കരിക്കേണ്ടതെന്ന് ഉണ്ണിയും വിചാരിച്ചു. അപ്പൊ ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് വിദുരരെ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അദ്ദേഹം ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പോഴാണ് കേട്ടോ ഈ പത്നിക്ക് മനസ്സിലായത്, ഇദ്ദേഹം പറഞ്ഞപ്പോ താൻ ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന്. ഭഗവാന്റെ കാലിൽ വീണിട്ട് മാപ്പ് അപേക്ഷിക്കുകയാണ് ഈ വിദുര പത്നി. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഒന്നും സങ്കടപ്പെടണ്ട, ഇത്രയും സ്വാദിഷ്ടമായിട്ടുള്ള പഴം വളരെ അപൂർവമായിട്ടേ എനിക്ക് ലഭിക്കാറുള്ളൂ. ഇങ്ങനെയുള്ള യഥാർത്ഥത്തിലെ ആചാരവിധി പ്രകാരമുള്ള പൂജയേക്കാൾ എനിക്കിഷ്ടം നിഷ്കാമമായ സ്നേഹത്തോടെയുള്ള ഈ സൽക്കാരമാണ് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരെയും ഭഗവാൻ അനുഗ്രഹിച്ചു. അത് തന്നെയാണ് നമ്മുടെ അടുത്തും പറയുന്നേ. ഭഗവാനും നമ്മളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഭഗവാനെ കാണുന്ന മാത്രയിൽ നാം എല്ലാം മറന്നുകൊണ്ട് ഭഗവാനെ സേവിക്കണം. അങ്ങനെ ഒരു നിഷ്കാമമായിട്ടുള്ള ഭക്തിയാണ് നമ്മളിൽ നിന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നത്.